ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വന്നിച്ച് പിന്നെയും ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് വീഡിയോസിൽ വന്നിച്ച് ഓരോരുത്തർ പറയും നല്ല റിസൾട്ട് കിട്ടി ഇന്നെ പായ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരമാണ് ചോദിക്കുന്നത് ആ വീഡിയോ ഒന്നും കൂടെ ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ആ വീഡിയോ തന്നെ ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ആ ഒരു പായ്ക്ക് എൻ്റെ മുഖത്തിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എന്നാലേ നമ്മുടെ മുഖത്തിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മുഖത്ത് ഇടുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല അത് വ്യത്യാസം വരികയും ചെയ്യും. അത് നമുക്ക് പിന്നെ അത് മാറ്റവും വരത്തില്ല കേട്ടോ. നല്ല ഇതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ഈ പാക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് നല്ല ഇതായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് ഏത് പായ്ക്കാന്നുള്ളതും അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളതൊക്കെ വീഡിയോയിലൂടെയും കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ നമുക്ക് അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ മുഖം സ്ക്രബ് ചെയ്തേയും കാണിച്ചില്ലായിരുന്നു കേട്ടോ. ഇന്നൊന്ന് സ്ക്രബ് ചെയ്തും കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. മുഖം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതിടാക്കി നല്ലതാണ്. എന്ന് സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിവസവും ചെയ്യരുത്. നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യുള്ളൂ. അത് അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. ഒരെണ്ണം ചെയ്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വീണ്ടും ഒരു സ്ക്രബ് കൊണ്ട് ചെയ്യുള്ളൂ. നമ്മുടെ മുഖത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട. ഇത് നമ്മൾ ഈ പായ്ക്ക് മാത്രമായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളെ എൻ്റെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പായ്ക്കിടുന്നതിനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാനുള്ള എടുക്കാവേ. അപ്പോൾ ഇതിനകത്തൊരു ശകലം പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ശകലം ഇതുപോലെ സാമ്പിൾ പാക്കറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇച്ചിരി ബ്രൂവിൻ്റെ പൊടി ഇടുക. ഈ ഒരു കവർ മൊത്തം ഒന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള അതിലേക്ക് ശകലം പാല്, നമുക്കിത് ചാലിച്ചെടുക്കാനുള്ള പാലിട്ടാൽ മതി, ഒഴിച്ചാൽ മതി. എന്നിട്ടത് പഞ്ചസാര ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര ഇച്ചിരി തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ നല്ലപോലെ ഒന്ന് ചാലിച്ചെടുക്കണേ. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വീഴും. അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി ഒന്ന് ചാലിച്ചെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യവേ. ഇത് നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് ആദ്യം തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്തെ അഴുക്കും എല്ലാം മാറി നല്ല സ്കിന്ന് നല്ല ഇതാകും. ഒത്തിരി ഇതായിട്ട് മുഖത്തിട്ടങ്ങ് ഉരക്കില്ല കേട്ടോ. ഈ പഞ്ചസാര ഒത്തിരി കട്ടിയായിട്ടുള്ളതാണെങ്കിൽ മുഖത്തിട്ട് ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് ഉരക്കരുത്. ഒന്ന് സോഫ്റ്റായിട്ട് ഇതായിട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ മുഖം ഭയങ്കരമായിട്ടും ഇതാകും, സ്ക്രാച്ചാകും. പിന്നെ നമുക്ക് മുഖത്ത് പാട് മൊത്തം അതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഒത്തിരി അമർത്തി ചെയ്യില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് നല്ലപോലെ നമുക്കിത് കഴുത്തേലും ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇത് മുഖത്ത് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. കഴുത്തേലും ചെയ്യാം. അപ്പം ഞാൻ ഒന്ന് മുഖത്തൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാവേ. ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ മുഖം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കേട്ടോ. ഇനി ഞാനിപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ കണ്ടോണ്ട് മുഖത്ത് വരുന്ന മാറ്റമേ കണ്ടോ. ആദ്യത്തിൽ നിന്ന് നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ മുഖത്ത് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ. കണ്ടോ, നല്ല വ്യത്യാസം നമുക്ക് വരുന്നത് സ്ക്രബ് ചെയ്യുമ്പം തന്നെ.
കണ്ടോ അതിൽ നല്ല വ്യത്യാസം വരുന്നില്ലേ? അപ്പം ഇനിയിപ്പം ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വന്നതിന് ശേഷം നമുക്കിനി അടുത്ത് പായ്ക്ക് എന്നതുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഒത്തിരി പേർക്ക് ചെയ്തവർക്കെല്ലാം റിസൾട്ട് കിട്ടി കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒത്തിരി പേരോട് ഞാൻ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കിയവരെല്ലാം അന്നേരം തന്നെ ഞാൻ ലൈവ് വന്നപ്പോഴും എന്നോട് പറഞ്ഞു, ചേച്ചി ആ പായ്ക്ക് ഇട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് കറുത്തിരിക്കുന്നതായാലും വെളുത്തിരിക്കുന്നതായാലും ഒന്നും കൂടെ കളർ വെക്കുന്ന ഒരിതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇനി അതെന്നതാണ് ഇനി ആ പായ്ക്ക് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതെന്നൊക്കെയാണ് എടുക്കുന്നതെന്നെല്ലാം നമുക്ക് നോക്കാവേ. അപ്പം ഞാൻ മുഖം നല്ലപോലെ കഴുകിയിട്ട് വന്നതിന് ശേഷം നമുക്കതെല്ലാം ഒന്ന് എടുക്കാം. ഇപ്പം നമുക്കിതിന് വേണ്ടത് ക്യാരറ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ ചോറ് ഊറ്റുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളമില്ലേ, ആ കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തേക്കുന്നതാണ് ഉഴുന്നൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പം ഒത്തിരി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കണേ. കഞ്ഞിവെള്ളം ഒഴിച്ച് അരച്ചെടുക്കണേ. അല്ല മൊത്തം കൂടെ ഒന്നിച്ച് നമ്മൾ അരച്ച വെള്ളം കൂടിപ്പോകരുത്. നമ്മുടെ മുഖത്ത് തേക്കുമ്പം ഒലിച്ചു പോകാത്ത രീതിയിൽ നമുക്കിത് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അത് അരയുന്നതനുസരിച്ച്. അപ്പം ഞാൻ ഇന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇതൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ. നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും ഉഴുന്നും എല്ലാം കൂടെ നല്ലപോലെ അരഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുഖത്തിന് തേക്കാൻ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. മുഖത്ത് തേക്കാനുള്ള ആവശ്യമുള്ള മാത്രം. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തേച്ച് നമ്മൾ കുറേശ്ശെ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് അരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അതല്ല നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ നല്ലപോലെ അരച്ചാണ് എടുക്കുന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു അരിപ്പ് കൊണ്ട് അരിച്ചാണ് എടുത്തത്. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അരിച്ചെടുത്താലും കുഴപ്പമില്ല. അതിനകത്ത് ഈ ക്യാരറ്റിൻ്റെയൊക്കെ ചെറിയ തരിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോയി കിട്ടും. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കിഷ്ടമുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി. മൂത്ത് നല്ലപോലെ നമ്മളിത് ഒന്ന് പായ്ക്കിട്ട് കൊടുക്കുക. നമ്മളിപ്പം സ്ക്രബ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പായ്ക്ക് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇടാനായിട്ട്. പായ്ക്കൊന്നും നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒത്തിരി നേരം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് മുഖത്തിട്ടതിന് ശേഷം നമ്മൾ മുഖത്ത് നല്ലപോലെ ഇങ്ങനെയൊന്ന് ഒത്തിരി നേരം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്നില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി നേരം ഒന്നും മസാജ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ ചുമ്മാ ഒന്ന് മുഖത്തൊന്ന് ഇതാക്കിയാൽ മതി. ഇത് ശരിക്കും ചുമ്മാ പറയുന്നില്ല കേട്ടോ, ശരിക്കും പറയുന്നില്ല. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, നല്ല റിസൾട്ട്. ഞാൻ ഇത് മുഖത്തൊന്ന് മുഴുവൻ ഇടട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് നല്ല തിക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഇച്ചിരി നൈസായിട്ടല്ല, ഇച്ചിരി തിക്കായിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങി നമുക്കൊരു ചെറിയൊരു വലിച്ചിൽ പോലെ തോന്നുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിത് പതിയെ പിന്നെ എന്ത് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ എടുത്തത് കറക്റ്റായിരുന്നു എൻ്റെ മുഖത്ത് തേക്കാനായിട്ട്. കറക്റ്റായിട്ടുള്ളത് എടുത്തുള്ളൂ. നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യമുള്ള എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, ഇത് നമ്മൾ കൈയിട്ട് ഇങ്ങനെ എപ്പോഴും കൈയിട്ട് ഇങ്ങനെ തോണ്ടിയതിന് ശേഷം നമ്മളത് വെച്ചാൽ പെട്ടെന്ന് ഈ ഉഴുന്നും ഒക്കെ അല്ലേ, അത് പെട്ടെന്ന് അങ്ങ് അഴുക്കാകും. അതേസമയം നമ്മളൊരു സ്പൂൺ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷം ബാക്കി അതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത് തീരുന്ന വരെ നമുക്കത് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങളോട്ട് അരച്ച് വെക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 സ്പൂൺ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. 2 സ്പൂൺ ഉഴുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്കുണ്ടത്. അത് നല്ലപോലെ ഒന്ന് അരച്ച് നല്ലൊരു ഡപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് വരാവേ. നല്ലപോലെ മുഖത്തിടുക. ഇപ്പം എന്ത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് വരാം. ഒത്തിരി അങ്ങോട്ട് ഉണങ്ങണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചെറിയൊരു വലിച്ചിൽ പോലെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിത് കളയാം. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഇതിട്ട് ഒരു ചെറിയൊരു വലിച്ചിൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
അത് എന്തിനാ മസാജ് എന്ന് വെച്ചാൽ നമുക്ക് ആ വലിച്ചിലായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ലൂസാക്കാൻ കിട്ടും. ഇത് ഇനി മുഖത്തൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളയാൻ കേട്ടോ. ഇനി ഇത് കഴുകി കളഞ്ഞാൽ മതി. ഞാനിതിങ്ങനെ ഒന്ന് തുടച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളേ. കണ്ടോ മുഖത്ത് വരുന്ന വ്യത്യാസം കണ്ടോ? നല്ല വ്യത്യാസമാണ് നമുക്ക് മുഖത്ത് വരുന്നത്. ഞാൻ ഇനി മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. കഴുകി മുഖം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വരാം. തുണി കൊണ്ട് തുടച്ചാൽ നമുക്കിത് മൊത്തം പോകത്തില്ല. ഉഴുന്നായതുകൊണ്ട് അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അളിഞ്ഞളിഞ്ഞളിഞ്ഞ മാതിരി ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ തുടയ്ക്കും തോറും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് എന്നുവെച്ചാൽ മുഖമല്ല, തുണി ഇങ്ങനെ തുടയ്ക്കുന്ന തുണി അളിഞ്ഞളിഞ്ഞിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരാവേ. ഞാൻ ഇപ്പം മുഖമെല്ലാം നല്ലപോലെ കഴുകി കേട്ടോ. കഴുകി നല്ലപോലെ തുടച്ചു. ഇപ്പം മുഖം കഴുകി നമുക്ക് അന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണിത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഇടുന്ന ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇത് കേട്ടോ. മുഖത്തെയും കഴുത്തെയും കൂടെ തമ്മിൽ നമുക്ക് കളർ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റും. നമ്മളിത് കുറച്ച് ദിവസം അടുപ്പിച്ച് മുഖത്ത് വെക്കാൻ കേട്ടല്ലോ, മുഖത്തിന് ഭയങ്കര ഒരു ഗ്ലോ ആണ് കിട്ടുന്നത്. നമുക്ക് ഇത് വീഡിയോ കാണുന്നതിനേക്കാൾ നല്ല ഇതായിട്ട് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ നമ്മൾ മുഖത്തിന് നമ്മുടെ ഇവിടെയൊക്കെ നല്ലപോലെ തുടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് നിങ്ങളത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഇത് കഴുകുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്ത്. ഇതുണ്ട് ഞാൻ ഇപ്പോൾ മുഖം കഴുകിയേച്ച് വന്നു കഴിഞ്ഞ് കണ്ടോ മുഖം കണ്ടോ. ഇത് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ചൊന്ന് മോതിരാങ്ങി ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു പൗഡർ പോലും നമുക്കൊരു മോതിരേണ്ടി വരത്തില്ല. വെള്ളമിട്ടിരിക്കുമ്പോഴത്തേക്ക് മുഖത്ത് നല്ലൊരു തെളിച്ചമായിരിക്കും എപ്പോഴും. അപ്പം നിങ്ങൾ നിസ്സാര സാധനങ്ങളേ ഉള്ളൂ. ഉഴുന്ന് നമ്മുടെ പിന്നെ കഞ്ഞിവെള്ളം എന്ന് ഞാൻ പറയുന്നത് കഞ്ഞി ഊറ്റി, അത് പുളിച്ച കഞ്ഞിവെള്ളം അല്ല കേട്ടോ. നമ്മൾ ചോറ് ഊറ്റുന്ന സമയത്ത് ഇച്ചിരി വെള്ളം എടുത്ത് മാറ്റി വെക്കുക. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഉഴുന്നിട്ട് കുതിർത്തെടുക്കുക. അല്ലാതെ പഴങ്കഞ്ഞി വെള്ളത്തിലോട്ടിട്ട് കുതിർക്കുന്ന കാര്യമല്ല, കുതിർത്തെടുക്കുന്ന കാര്യമെല്ലാം പറഞ്ഞത്. ചോറ് ഊറ്റുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ചൂട് കഞ്ഞിവെള്ളമാണ്. ആ കഞ്ഞിവെള്ളം എടുത്ത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ ഉഴുന്നിട്ടതിന് ശേഷം കൂത്തതിന് ശേഷം നമ്മൾ അരച്ച് മുഖത്ത് പുരട്ടുക. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചവർക്കൊക്കെ വേണ്ടിയുള്ള പായ്ക്കാണ് ഞാൻ വീണ്ടും ഇത് കാണിച്ചേക്കുന്നത്. ഇതേത് പായ്ക്കാണ് വെച്ചാൽ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ വന്നിച്ച് കമൻറ്റ് ഇടുമ്പോഴാണ് ഇത് പായ്ക്കേതാന്നുള്ള ചോദ്യം വരുന്നത്. ഒത്തിരി ചെയ്തവരെല്ലാം അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.